ഓം ശ്രീ സായിരാം. ഈശ്വരാംബ, ഈശ്വരൻ്റെ അമ്മ. ഇന്ന് ലോകമെമ്പാടും സായി ഭക്തർ ഈശ്വരാംബ ദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ ബാലവികാസ് വിദ്യാർത്ഥിനിയായ എൻ്റെ എളിയ പ്രണാമങ്ങൾ ഞാൻ വിനയപൂർവ്വം അർപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു കുഗ്രാമമായ പുട്ടപ്പർത്തി. അവിടെ രത്നാകര വംശത്തിലെ രാജു കുടുംബത്തിൽ പൂർവ്വ പിതാമഹനായി വെങ്കാവധൂതൻ എന്ന തേജസ്വിയായ ഒരു ഋഷിവര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈശ്വരൻ തൻ്റെ കുടുംബത്തിൽ ജനിക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ആ കുടുംബത്തിലെ ശ്രീ കൊണ്ടമ്മരാജുവും പത്നി ലക്ഷ്മമ്മയും വലിയ ഈശ്വര ഭക്തരും സുഹൃത്തുക്കളുമായ ദമ്പതികളായിരുന്നു. അവരുടെ പുത്രനായ ശ്രീ പെദ്ദ വെങ്കപ്പരാജു മിന്നാരഗണ്ട കുടുംബത്തിലെ ശിവഭക്തനായ സുബ്ബരാജുവിൻ്റെ മകൾ നാമഗിരി അമ്മയെ വിവാഹം കഴിച്ചു. മരുമകളുടെ വിനയവും സൗശീല്യവും കണ്ട ജ്ഞാനിയും ഋഷിതുല്യനുമായ കൊണ്ടമ്മരാജു അവൾക്ക് ഈശ്വരാംബ എന്ന് നാമകരണം ചെയ്തു. അതൊരു പ്രവചനമായിരുന്നു. ഈശ്വരാംബ, ഈശ്വരൻ്റെ അമ്മയാകുവാൻ ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യവതി. ദ്വാപരയുഗത്തിൽ വസുദേവർക്കും ദേവകിക്കും എന്ന പോലെ കലിയുഗത്തിൽ പെദ്ദ വെങ്കപ്പരാജുവിനും ഈശ്വരാംബയ്ക്കും എട്ടാമത്തെ പുത്രനായി ഒരുണ്ണി പിറന്നു. അമ്പാടിക്കണ്ണനെ പോലെ ചുരുൾമുടിയും കമലനയനങ്ങളും കവിളിൽ ഒരു ഓമന ചെറുമറുകുമായി ഒരു കോമള ശിശു. സത്യനാരായണ വ്രതമെടുത്ത് പ്രസാദം കഴിച്ച ശേഷം ജനിച്ച ആ കുഞ്ഞിന് സത്യനാരായണ എന്ന് നാമകരണം ചെയ്തു. ലോകവന്ദ്യനായ ശ്രീ സത്യസായി ബാബ എന്ന അവതാര പുരുഷൻ അങ്ങനെ പൂജാതനായി. ഈശ്വരാംബ സർവജന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉത്തമ മാതൃകയായിരുന്നു. അവർ ഗ്രാമീണർക്കും പിന്നീട് സായി ഭക്തർക്കും ഒരുപോലെ അമ്മയായി തീർന്നു. ഈശ്വര അവതാരമായ തൻ്റെ പുത്രനെ സ്വാമി എന്ന് മാത്രം അവർ വിളിച്ചു. കൗസല്യയെപ്പോലെ ദേവകിയെപ്പോലെ ആകാംക്ഷയും ഭയവും ഭക്തിയും ആനന്ദവും ഒരേ സമയത്ത് അവർ അനുഭവിച്ചു. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് സ്വയം മാതൃക കാണിച്ചുകൊണ്ടാണ് സ്വാമി നമ്മെ ഉപദേശിച്ചത്. അത്രയധികം സ്നേഹവും ആദരവുമാണ് സ്വാമി ഈശ്വരാംബയോട് പ്രകടിപ്പിച്ചിരുന്നത്. ഈശ്വരാംബയുടെ നിസ്വാർത്ഥമായ 3 ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ശ്രീ സത്യസായി ബാബ പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്ന വിദ്യയും വൈദ്യവും കുടിവെള്ള പദ്ധതിയുമെന്ന് സ്വാമി സ്വയം പറയാറുണ്ട്. അവരുടെ സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും തെളിവുകളായി അവ നിലകൊള്ളുന്നു. ഒരു പൂവ് മാത്രം ചോദിച്ച തൻ്റെ അമ്മയ്ക്ക് സ്വാമി പൂന്തോട്ടങ്ങൾ തന്നെ നൽകി. ഈശ്വരാംബയുടെ സ്ഥായിയായ മാതൃഭാവം എല്ലാവരെയും തൻ്റെ മക്കളായി കരുതുവാൻ പ്രേരിപ്പിച്ചു. ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ വളരെ ദൂരം നടന്ന് വിദ്യാലയങ്ങളിൽ പോകുന്നത് കണ്ട ആ മാതൃഹൃദയം വേദനിച്ചു. അവർ സ്വാമിയെ സമീപിച്ച് തൻ്റെ ആഗ്രഹം പറഞ്ഞു. സ്വാമി, ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വിദ്യാലയം നിർമ്മിക്കണം. അതിന് സ്ഥലം എവിടെ? സ്വാമി ചോദിച്ചു. യാതൊരു മടിയും കൂടാതെ തൻ്റെ സ്ഥലം ആ അമ്മ ദാനം ചെയ്തു. ആ ചെറിയ വിദ്യാലയം വളർന്ന് പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ശ്രീ സത്യസായി സർവകലാശാലയായി 10,000-കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകുന്നു. ഇന്ന് ഈ നിസ്വാർത്ഥ സേവനത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ശ്രീ സത്യസായി സൗജന്യ വിദ്യാലയങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നു. തൻ്റെ ഗ്രാമത്തിലെ രോഗികളുടെ ദുരിതം കണ്ട ആ അമ്മയുടെ ഹൃദയം തരളമായി. സ്വാമി, ഗ്രാമവാസികൾക്ക് വേണ്ടി ഒരു ആശുപത്രി സ്ഥാപിക്കണം, സൗജന്യമായി ചികിത്സിക്കണം. അമ്മയുടെ അപേക്ഷ കേട്ട സ്വാമി 1956 ജനറൽ ആശുപത്രിയും 1991 ലോകത്തിലെ തന്നെ ആദ്യത്തെ സൗജന്യ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും നിർമ്മിച്ചു. അത് രോഗികൾക്ക് ധന്വന്തരി ക്ഷേത്രമാണ്. പിന്നീട് വൈറ്റ്ഫീൽഡിലും സ്വാമി ഇതുപോലെ ആശുപത്രികൾ സ്ഥാപിച്ചു. ഇന്നും 1000-കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകി വരുന്നു. വീണ്ടും ഒരു ദിവസം ആ പുണ്യവതി തൻ്റെ സ്വാമിയോട് ഒരു ആഗ്രഹം പറഞ്ഞു. സ്വാമി,
ചിത്രാവതി നദി വേനൽക്കാലത്ത് വറ്റിപ്പോകുമ്പോൾ ഗ്രാമവാസികൾ കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്നു. ഗ്രാമത്തിൽ 5-6 കിണറുകൾ കുഴിപ്പിക്കാമോ? പുട്ടപ്പർത്തി ഉൾപ്പെടുന്ന റായൽസീമ ആയിരക്കണക്കിന് വർഷങ്ങളായി ജലക്ഷാമത്തിന് കുപ്രസിദ്ധമാണ്. കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർക്കോ ഭാരത സർക്കാരിനോ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. അവതാര പുരുഷന് അസാധ്യമായി എന്തുണ്ട്? അമ്മയുടെ സ്നേഹവും മകന്റെ കാരുണ്യവും സൗജന്യമായി ശുദ്ധജലമായി 1200 ഗ്രാമങ്ങളിൽ എത്തിക്കുന്ന ബൃഹത്തായ ശ്രീ സത്യസായി സൗജന്യ കുടിവെള്ള പദ്ധതി 1995 നവംബർ 18 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ന് സത്യസായി ഭക്തർ അവരവരുടെ സ്ഥലങ്ങളിൽ ആവശ്യമുള്ളവർക്ക് ശുദ്ധജലം എത്തിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഉണ്ണികൃഷ്ണന് യശോദയെ പോലെ സായിയുടെ വളർത്തമ്മയായിരുന്നു സുഹൃതിയായ കർണം സുബ്ബമ്മ. അവർ തൻ്റെ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയ പഠനമന്ദിരത്തിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ സ്വാമി ഗ്രാമത്തിൽ നിന്നും കുറച്ചകലെ പ്രശാന്തി നിലയം നിർമ്മിച്ചു. 1950 നവംബർ 23 അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷേ നിഷ്കളങ്കയായ ഈശ്വരാംബയ്ക്ക് തൻ്റെ സ്വാമി ഒരുപാട് ദൂരെ പോയതുപോലെ തോന്നി. ആ അമ്മ സങ്കടത്തോടെ സ്വാമിയെ സമീപിച്ച് തൻ്റെ ഭയം വെളിപ്പെടുത്തി. ഭക്തജനങ്ങൾ സ്വാമിയെ തട്ടിയെടുത്ത് ദൂരെ കൊണ്ടുപോകുമെന്ന് ആ അമ്മ ഭയന്നു. പ്രേമമൂർത്തിയും ദയാനിധിയുമായ ഭഗവാൻ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രതിജ്ഞ തൻ്റെ അമ്മയിലൂടെ ലോകത്തിന് നൽകി. ഞാൻ ഒരിക്കലും പുട്ടപ്പർത്തിയിൽ നിന്നും മറ്റൊരിടത്ത് പോയി സ്ഥിരമായി വസിക്കില്ല. സർവേശ്വരനായ സ്വാമി തൻ്റെ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് പുട്ടപ്പർത്തിയിൽ സ്ഥിരമായി താമസിച്ചു. തൻ്റെ അവതാര ദൗത്യം പൂർത്തിയായപ്പോൾ തൻ്റെ ഭൗതിക ശരീരം ഈ പുണ്യഭൂവിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്ന് സർവവ്യാപിയായി സർവാന്തര്യാമിയായി ലോക സംരക്ഷണം ചെയ്തുകൊണ്ട് ഭഗവാൻ വിരാജിക്കുന്നു. 1972 മെയ് മാസത്തിൽ വേനൽക്കാല ക്ലാസുകൾ നടക്കുകയായിരുന്നു. സ്വാമിയുടെ കൂടെ ഈശ്വരാംബയും വൃന്ദാവനത്തിലെത്തി. സ്വാമിയുടെ വസതിയിൽ താമസിച്ചു. ഒരു ദിവസം ആ പുണ്യവതിക്ക് സ്വാമി അവരുടെ ഇഷ്ടദൈവമായ ശ്രീരാമനായി ദർശനം നൽകി. ആ ദർശനം ലഭിച്ച അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 1972 മെയ് 6 രാവിലെ പെട്ടെന്ന് സ്വാമി എന്ന് 3 തവണ അവർ ഉറക്കെ വിളിച്ചു. ഞാനിതാ വരുന്നു എന്ന സ്വാമിയുടെ മധുര ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആ പുണ്യവതി സ്വാമിയിൽ വിലയം പ്രാപിച്ചു. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ ധന്യയായ മാതാവിൻ്റെ ചരമദിനം ഇന്ന് ലോകത്തുള്ള എല്ലാ സായി ഭക്തരും ബാലവികാസ് കുട്ടികൾക്ക് വേണ്ടി ഈശ്വരാംബ ദിനമായി ആഘോഷിക്കുന്നു. നിസ്വാർത്ഥ ഭക്തിയും സാർവലൗകിക പ്രേമവും കൊണ്ട് ആ അമ്മയുടെ നാമം ശ്രീ സത്യസായിയുടെ ജീവചരിത്രത്തിൽ സ്വർണലിപികളിൽ എഴുതപ്പെട്ടു. ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ കോടി നമസ്കാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്പുഷ്പങ്ങൾ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തിയോടെ സമർപ്പിക്കുന്നു. ജയ് സായിരാം.